അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഒരുപോലെ ഉപകരിക്കുന്ന, പഠിക്കുന്നവർക്കും ജോലി നോക്കുന്നവർക്കും അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെട്ട, വളരെ എഫക്റ്റീവായ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം സാധിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ചെറിയൊരു ആയത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഏതൊരു ലക്ഷ്യത്തെയും നേടിയെടുക്കാനും കരസ്ഥമാക്കാനും നമ്മെ സഹായിക്കുന്ന ചെറിയൊരു മാർഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പഠിക്കുന്നവർക്ക് പഠന സംബന്ധമായി ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും. ഇത്ര മാർക്ക് വാങ്ങണം, ഇന്ന രീതിയിൽ ഉയർച്ച വരണം, ഇന്ന രീതിയിൽ പഠിക്കണം, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ എന്തെങ്കിലും ഉയർച്ച നേടാനോ അങ്ങനെ പല ലക്ഷ്യങ്ങളും അവർക്കും ഉണ്ടാകും. ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ മനസ്സിലുള്ള ഏതൊരു നല്ല ലക്ഷ്യവും നേടിയെടുക്കാൻ ഈ ഒരു കാര്യം നമ്മെ സഹായിക്കും. ഈ രീതിയിൽ നിങ്ങൾ ഇത് ചെയ്തു നോക്കുകയാണെങ്കിൽ ഫലം ഉറപ്പാണ്. ഈ ഒരു അമല് ഏത് സമയം വേണമെങ്കിലും നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു അമല് ഏറ്റവും നല്ലത് ഒന്നെങ്കിൽ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ തഹജ്ജുദിന് നമ്മൾ നിസ്കരിക്കുന്ന ആ ഒരു സമയത്തോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യം ചെയ്യേണ്ട കാര്യം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ആവശ്യം നിറവേറാനുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഇങ്ങനെ നിയ്യത്ത് ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ശേഷം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദ് അതിൽ നിന്നും 3-ാമത്തെ ആയത്തായ ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. വളരെയധികം മഹത്വങ്ങൾ നിറഞ്ഞ ഈ ഒരു ആയത്ത് നിസ്കാര ശേഷം 45 തവണ ചൊല്ലുക. ഈ ഒരു ആയത്ത് 45 തവണ ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുക. ഈ ഒരു കാര്യം ചെയ്തു തീർക്കാൻ വളരെ കുറഞ്ഞ സമയം മതി. എന്നാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അത് നമ്മൾ ആഗ്രഹിച്ച പോലെ നേടിയെടുക്കാൻ വളരെ എഫക്റ്റീവായ ഒരു രീതിയാണിത്. ഇതുപോലെ വളരെ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. മക്കളെ കാര്യത്തിലൊക്കെ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഉമ്മമാര് നമുക്കിടയിലുണ്ട്. അവരുടെ വിദ്യാഭ്യാസം നല്ല മാർക്കോട് കൂടി പൂർത്തിയാവണം, അല്ലെങ്കിൽ അവരാഗ്രഹിച്ച ഉയർന്ന ജോലി ലഭിക്കണം, അല്ലെങ്കിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഈ രീതിയിലുള്ള വീട് വേണം, അല്ലെങ്കിൽ വാഹനം വേണം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ലക്ഷ്യങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകും. ഈ ഒരു സുന്നത്ത് നിസ്കാരം തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടി ഈ ഒരു ആയത്തും കൂടി ഓതിയാൽ ഉറപ്പായിട്ടും അത് നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കാൻ നമ്മെ സഹായിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ചെയ്തു നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവം കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഉപകരിച്ചാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഉപകരിക്കുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.